ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആണ്, ഫ്രം ട്രേഡ് ടു പവർ. Okay, so last class what did we discuss? We discussed about some little bit of world history. So world history എന്ന് പറയുന്നത് medieval centuryയിൽ or medieval history ടൈമിൽ 14th 13th 14th 15th centuryയിൽ what happened in Europe. So യൂറോപ്പിൽ അതെന്തായിരുന്നു? യൂറോപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈം ആയിരുന്നു അതെന്ന് പറയുന്നത്. റിനൈസൻസ് എന്ന് പറയുന്നത്, റീഫോർമേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ്, ഹ്യൂമനിസം എന്ന് പറയുന്ന കൺസെപ്റ്റ്, അറ്റ് ദ എൻഡ് നമ്മൾ വന്നിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് നിർത്തിയത്. ഓക്കെ, സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, അപ്കമിങ് ചാപ്റ്റേഴ്സിനകത്ത് പഠിക്കാൻ പോകുന്നത്, യൂറോപ്പിന്റെ ഇൻഡസ്ട്രിയലൈസേഷൻ വന്നതിന് ശേഷം അത് ഇന്ത്യയിലോട്ടുള്ള അഫക്റ്റിനെ കുറിച്ചാണ്, ഓർ ആ മെഡീവൽ സെഞ്ചുറിയുടെ എക്സ്റ്റൻഷൻ ഇന്ത്യൻ ഹിസ്റ്ററിയെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സോ ലാസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നു, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞാൽ വേൾഡ് അറൗണ്ട് നടക്കുന്ന അടുത്ത ഫിനോമിന എന്ന് പറയുന്നത് കോളനൈസേഷൻ ആണ്. സോ എന്തുകൊണ്ടാണ് കോളനൈസേഷൻ ആവശ്യം വന്നതെന്ന് നമ്മൾ പല ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്. ഓവർ പ്രൊഡക്ഷൻ വന്നു, റോ മെറ്റീരിയൽസിന്റെ റിക്വയർമെന്റ് വന്നു, അങ്ങനെ മാർക്കറ്റിന് വേണ്ടി പല കൺട്രികളെ അപ്രോച്ച് ചെയ്തു. അറ്റ് ദ എൻഡ് ആ കൺട്രികളെ ആ യൂറോപ്യൻ ഡിഫറെന്റ് എംപയേഴ്സിന്റെ ഡിഫറെന്റ് കൺട്രീസിന്റെ കൺട്രോളിൽ തന്നെ ഈ കോളനീസിനെ, ഈ ട്രേഡിന് വേണ്ടി ചെന്ന കൺട്രീസിനെ പിടിച്ചു നിർത്താൻ വേണ്ടി അവസാനം അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ അവർ കയറി. ആ അഡ്മിനിസ്ട്രേഷനിൽ അണ്ടർ their control, under their paramountcy അവർ കണ്ടിന്യൂ ചെയ്ത് അവിടെ റൂളിംഗ് ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, സോ സെഞ്ചുറിയോളം അവര് ഭരിച്ചിട്ടുണ്ട്. സോ ഇന്ത്യയുടെ കേസ് തന്നെ എടുത്താൽ എന്താണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സോ ഇന്ത്യയില് ട്രേഡിന് വേണ്ടി കുറച്ച് ടീംസ് വന്നായിരുന്നു. സോ യൂറോപ്യൻ കൺട്രീസ് ട്രേഡിന് വേണ്ടി ഇന്ത്യയെ അപ്രോച്ച് ചെയ്തായിരുന്നു. When Ottoman Empire annexed Constantinople, this land connectivity between this Asia and the European continents got disrupted. So thereby they started trying new routes through sea. So navigation ആയി ആക്ച്വലി പുതിയ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്, പുതിയ മോഡ് ഓഫ് ട്രാവൽ എന്ന് പറയുന്നത് ത്രൂ സീ ആയി. സോ അങ്ങനെ നോക്കി വന്നപ്പോൾ പല കൺട്രീസും ആക്ച്വലി ത്രൂ ദെയർ ന്യൂ ഫ്രഷ് വോയേജ് ദേ അറ്റ് ദ എൻഡ് അപ്പ് വിത്ത് ന്യൂ കൺട്രീസ് ഇൻ ഡിഫറെന്റ് കോണ്ടിനെന്റ്സ്. സോ ഇന്ത്യയുടെ കേസിലാണ് ഈ മെയിനായിട്ട് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ത്യയിൽ ട്രേഡിനായിട്ട് പോർച്ചുഗീസ് വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു. ഓക്കെ, സോ ഇന്ത്യയിൽ ട്രേഡിനായിട്ട് ഇവരെല്ലാം വന്നു നമ്മുടെ ഈ മെഡീവൽ പീരീഡിന്റെ സമയത്ത്. സോ ഇതിനകത്ത് പല ഈ ഡിഫറെന്റ് യൂറോപ്യൻ പവേഴ്സ് എടുത്താലും ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു. കാര്യം ഒരു പർട്ടിക്കുലർ കൺട്രി ഞങ്ങൾക്ക് വേണം, ഒരു പർട്ടിക്കുലർ കൺട്രിയിലെ ഫുൾ ട്രേഡ് ഞങ്ങൾക്ക് വേണം. മോണോപ്പൊളി മീൻസ് അവർക്ക് മാത്രമാണ് ട്രേഡ് നടത്താൻ പറ്റുന്നത്. സോ അതാണ് ഈ മോണോപ്പൊളി എന്ന് പറയുന്നത്. സോ ദിസ് ഈച്ച് കൺട്രീസ് competed among them for monopolizing their trade with different countries. Okay, so ആ കോമ്പറ്റീഷൻ ആണ് അറ്റ് ദ എൻഡ് കോളനൈസേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലോട്ട്, ഒരു രീതിയിലോട്ട്, ഒരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചത് ആക്ച്വലി ഈ കോമ്പറ്റീഷൻ എമംഗ് യൂറോപ്യൻ കൺട്രീസ് ആയിരുന്നു. കാര്യം ഒരു പർട്ടിക്കുലർ കൺട്രി ഒരു കൺട്രിയുടെ കോളനിയായി മാറുകയാണെന്ന് വെച്ചാൽ ഫോർ എ പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ ഓഫ് ടൈം ആ കൺട്രി ആ പർട്ടിക്കുലർ നേഷന് അധീനതയിലായിരിക്കും. അവരുടെ ട്രേഡിനായിരിക്കും, അവരുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിട്ടുള്ള എന്ത് ഡിസിഷൻ ആണെങ്കിലും, അവരുടെ ഇന്റേണൽ ആയിട്ടുള്ള പോളിസീസ് ആണെങ്കിലും എല്ലാം ഈ കൺട്രിയുടെ പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതായിരിക്കും. ഓക്കെ, സോ ഇന്ത്യയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതാണ് സംഭവിച്ചത്. ഇന്ത്യയിൽ ഡിഫറെന്റ് യൂറോപ്യൻ പവേഴ്സ് വന്നു, അവരിവിടെ സെറ്റപ്പ് ചെയ്തു. ഫസ്റ്റ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ലേറ്റർ ആക്ച്വലി അവര് പവറിൽ കയറി. സോ ഇവര് പവറിൽ കയറിയതിനു ശേഷം പല ലോക്കൽ റിവോൾട്ടുകൾ, പല ലോക്കൽ ഫൈറ്റുകൾ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ എമംഗ് ദം ഇറ്റ്സെൽഫ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആ സമയത്തുണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന ഡിഫറെന്റ് എംപയേഴ്സ് തമ്മിൽ, ഡിഫറെന്റ് ഗ്രൂപ്പ്സ് തമ്മിൽ. ഫോർ എക്സാമ്പിൾ ഹൈദരാബാദുമായിട്ട് ഫൈറ്റ് നടന്നിട്ടുണ്ട്, മൈസൂറുമായിട്ട് ഫൈറ്റ് നടന്നിട്ടുണ്ട്, മറാത്ത കിങ്ഡമായിട്ട് ഫൈറ്റ് നടന്നിട്ടുണ്ട്, ബംഗാളുമായിട്ട് ഫൈറ്റ് നടന്നിട്ടുണ്ട്, കേരളയിലെ ഡിഫറെന്റ് കിങ്ഡംസ് ആയിട്ട് ഫൈറ്റ് നടന്നിട്ടുണ്ട്. സോ ഫൈറ്റുകൾ ഒരുപാട് നടന്നു. പിന്നെ ഈ കൺട്രീസ് അവരുടെ ഹോം കൺട്രിയെ കോളനൈസേഷനിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി they were defending themselves. ഇവര് they were actually some way aggressing towards them to make those countries their colony. മനസ്സിലായോ? സോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്
യൂറോപ്യൻ പവേഴ്സ് കോളനി ആക്കാൻ വേണ്ടി വന്നു നമ്മളുടെ കൺട്രിയിൽ. സോ നമ്മളുടെ കൺട്രിയുടെ ആ ഒരു ഫേസിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിനകത്തുള്ളത്. ട്രേഡിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ റൂളിംഗ് പവറായിട്ട് അവർ മാറിയത് എന്ന കഥയാണ്. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട് ദ ചാപ്റ്റർ? സോ ഇതിനകത്ത് ആദ്യം ഒരു സ്റ്റോറി കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇരുന്ന് വായിച്ചു നോക്കാം. ഒന്നുമില്ല, പെപ്പറിന്റെ ഒരു കഥയെ കുറിച്ചാണ് പറയുന്നത്. എന്തിനായിരുന്നു ആക്ച്വലി നമ്മളുടെ സ്പൈസസ്, നമ്മളുടെ എന്ന് വെച്ചാൽ ഇത് മെയിൻലി കേരളയെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് സ്പൈസസിന് ഒരുപാട് നോൺ ആയിരുന്നു. അത് സിന്നമോൺ ആണെങ്കിലും ജിഞ്ചർ ആണെങ്കിലും പെപ്പർ ആണെങ്കിലും those European nations actually so fond with this. Why? Because അവരുടെ കൺട്രീസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അവര് നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ പാർട്ടിൽ വരുന്നതാണ്. സോ ടുവേർഡ്സ് നോർത്ത് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, നോർത്തേൺ ഹെമിസ്ഫിയർ തന്നെ ടുവേർഡ്സ് നോർത്ത് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, സോ ഒരു സമ്മർ എന്ന് പറയുന്നത് അവർക്ക് അത്ര എഫക്റ്റ് ആയില്ലെങ്കിലും വിന്റർ എന്ന് പറയുന്നത് അവർക്ക് നല്ല രീതിയിൽ അടിക്കും. ഓക്കെ, കാര്യം എന്തോ ടുവേർഡ്സ് നോർത്ത് ആണ്, ലാറ്റിറ്റ്യൂഡിനലി മേലോട്ടാണ് ഇരിക്കുന്നത്. സോ ഇങ്ങനെ ഹാർഷ് വിന്റർ ടൈം വരുമ്പോൾ അവർക്ക് അവരുടെ മീറ്റും മറ്റുമൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിന് ആക്ച്വലി സ്പൈസസ് വേണമായിരുന്നു. ദാറ്റ്സ് വൈ ആക്ച്വലി ദേ ഫോണ്ട് ഓഫ് ദിസ്. ഓക്കെ, സോ ഓക്കെ, ഈ സ്റ്റോറിയിൽ നിന്നും ഉള്ള പോയിന്റ്സ് ഇതൊക്കെയാണ്. ഒന്ന്, ദ സ്പൈസസ് ഓഫ് അവർ ലാൻഡ്, അവർ കൺട്രിയിലെ സ്പൈസസ് എന്ന് പറയുന്നത് വേർ എസെൻഷ്യൽ ടു ദി ഫോറിനേഴ്സ്. The traders all over the world used to visit here to collect the spices, mainly to preserve their food. Okay, from മൈക്രോ ഓർഗാനിസത്തിന്റെ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതിന് വേണ്ടി. ഓക്കെ, ഡീജനറേറ്റ് ആയി പോകാതെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സ്പൈസസ് ഉപയോഗിച്ചത്. സോ ഈ പാരഗ്രാഫ് ഞാൻ പറഞ്ഞ അതേ സ്റ്റോറിയാണ്. സോ നമ്മൾ വായിച്ചായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കുകൾ ഓട്ടോമാൻ എംപയർ 1453 പിടിച്ചെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. This came in a way trade between Asia and Europe. The situation necessitated European traders to find out sea routes to India and other countries. ശരിയല്ലേ? So sea routes അവര് അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. With the discovery of sea routes to India, Portuguese, Dutch, English and French reached in India for the purpose of trade. ട്രേഡിന് വേണ്ടി തന്നെയാണ് അവര് വന്നത്. So the first one is Portugal. So പോർച്ചുഗലിനെ ഓർ പോർച്ചുഗീസുകാരെ കുറിച്ച് നമുക്കറിയാം. പോർച്ചുഗീസുകാർ ഓർ കാപ്പിരികൾ എന്ന് വിളിക്കുന്ന ഈ ടീംസ് കാപ്പാട് വന്ന് ഇറങ്ങിയെന്ന കഥയും 1498 കാലിക്കറ്റ് കാപ്പാട് വന്ന് ഇറങ്ങിയെന്ന കാര്യം, ആ സമയത്ത് അവിടെ സമോറൻ ഉണ്ടായിരുന്ന കാര്യമൊക്കെ നമുക്കറിയാം. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദി മോർ ഡീറ്റെയിൽസ്. സോ പോർച്ചുഗീസുകാർ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വാസ്കോ ഡ ഗാമ 1498 കാപ്പാട് വന്നു, കാലിക്കട്ടുള്ള കാപ്പാട് വന്നു. പക്ഷെ സമോറിൻ ഉണ്ടായിരുന്നല്ലോ, സമോറിൻ എന്ന് വെച്ചാൽ സാമൂതിരി. സോ ഈ സമോറിൻ ഉണ്ടായിരുന്നല്ലോ, സമോറിൻ ഡിഡ് നോട്ട് പ്രൊവൈഡ് ദ ട്രേഡിംഗ് ഫെസിലിറ്റീസ് ടു വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയ്ക്ക് ട്രേഡ് കൊടുക്കുന്നതിന് ആക്ച്വലി ഹി റിജക്റ്റഡ് ദാറ്റ് ഐഡിയ. സോ അപ്പൊ എന്തോ ചെയ്തു, ഈ പോർച്ചുഗീസുകാർ മൂവ്ഡ് ടു കണ്ണൂർ. കണ്ണൂർ നിന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം ട്രേഡ് റിലേറ്റഡ് പ്രൊഡക്ട്സ് ഉണ്ടോ, സ്പൈസസും കാര്യങ്ങളെല്ലാം they taken away along with that. Okay, so ഇതായിരുന്നു ഫസ്റ്റ് ട്രേഡ് ഇൻസിഡന്റ് ഫ്രം ദ യൂറോപ്യൻ ടു ഇന്ത്യൻ ഡ്യൂറിംഗ് ദ മെഡീവൽ പീരീഡിൽ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കുന്നത്. കാര്യം ഈ സിൽക്ക് റോഡ് ബ്ലോക്ക് ആയതിനു ശേഷം സീ റൂട്ടിലൂടെ ആദ്യത്തെ ഒരു സംഭവമാണെന്ന് പറയുന്നത്, ആദ്യമായിട്ടൊരു യൂറോപ്യൻ പവർ, പോർച്ചുഗൽ പവർ ഇന്ത്യയിൽ കാലുകുത്തുന്നത്. സോ ഈ ഒരു ചെറിയ ട്രേഡ് ഉണ്ടായിരുന്നല്ലോ, ഈ ട്രേഡില് കഥ പറയുന്നത് വാസ്കോ ഡ ഗാമയുടെ മൊത്തത്തിലെ യാത്രയ്ക്ക് ആയതിന്റെ ചെലവിന്റെ ഏകദേശം 60 മടങ്ങ് പ്രോഫിറ്റ് പുള്ളി സമ്പാദിച്ചു ഈ ഒരു ഒറ്റ ട്രേഡ് റിലേഷൻ കാരണം. തിങ്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, അതിനുശേഷം പോർച്ചുഗീസിൽ നിന്ന് വരുന്നത് അൽമൈദ, അൽ ബക്കർക്കു എന്ന് പറയുന്ന 2 സെയിലേഴ്സ് ആണ്. സോ അൽമൈദയും അൽ ബക്കർക്കു 2 സെയിലേഴ്സ് ഫ്രം പോർച്ചുഗൽ റീച്ച്ഡ് here for the trade following Vasco da Gama. അവർ വന്ന എവിടെ? ഗോവ, ദമാൻ ആൻഡ് ദിയു were the major trade centers of the Portuguese. So ഗോവയും ദമാൻ ആൻഡ് ദിയു ആണ് പോർച്ചുഗീസിന്റെ മേജർ ട്രേഡ് സെന്റേഴ്സ്. നമ്മൾ ഡിഫറെന്റ് യൂറോപ്യൻ പവേഴ്സിനെ എടുക്കുമ്പോൾ അത് ബ്രിട്ടീഷ് ആയാലും ഡച്ച് ആയാലും ഇവർക്കെല്ലാം വളരെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ട്രേഡ് ഉണ്ട്. ഡിഫറെന്റ് ഏരിയാസ് ഓഫ് their landing and establishment ഉണ്ട്. ഇപ്പൊ ബ്രിട്ടീഷ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഗുജറാത്ത് ആയിരിക്കും, സൂറത്ത് ആയിരിക്കും ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് വരുന്നത്. നമ്മള് ഫോളോയിങ്ങിൽ പഠിക്കുന്നുണ്ട്. സോ അങ്ങനെ ഓരോ കൺട്രിക്കും ഓരോ ടെറിട്ടറി കാണും. സോ പോർച്ചുഗീസിന് ഗോവയും ദമാൻ ആൻഡ് ദിയു ആയിരുന്നു മേജർ സെന്റേഴ്സ് ആയിട്ടിരുന്നത്. കേരളത്തിൽ അത്ര പച്ചപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. സോ 2 ഫോർട്ട് കൺസ്ട്രക്ഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് ചില സ്റ്റാർട്ടിങ്ങിൽ MCQ ക്വസ്റ്റ്യൻസ്, MCQ അല്ല സിംഗിൾ മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും.
ഓക്കെ. സോ സെയിന്റ് ആഞ്ചലോ ഫോർട്ട് കണ്ണൂർ, കോട്ടപ്പുറം ഫോർട്ട് തൃശ്ശൂർ. സോ ഈ രണ്ട് ഫോർട്ടുകളും ബിൽറ്റ് ചെയ്തത് പോർച്ചുഗീസുകാരാണ്. സോ പോർച്ചുഗീസ് ബിൽറ്റ് 2 ഫോർട്ട് ഇൻ കേരള. വൺ ഈസ് സെയിന്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ, കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ. സോ പോർച്ചുഗീസുകാരനെ നമ്മൾ വേറെ പേര് വിളിച്ചത് ഞാൻ പറഞ്ഞിരുന്നു, പറങ്കികൾ, പറങ്കിപ്പട, പറങ്കികൾ എന്നാണ് വിളിച്ചിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മ കാണും, നിങ്ങൾ സിനിമയൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് പഠിച്ചു കാണുമെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. സോ ഇത് കൂടാതെ ഒരു യൂറോപ്യൻ പവർ ഇവിടെ വരുമ്പോൾ മെയിൻ ആയിട്ട് നടക്കുന്നത്, ഒന്ന് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്ക് ചില സെന്റേഴ്സ് കാണും. രണ്ട്, അവർ ചിലപ്പോൾ ഫോർട്ട് കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടത്തി കാണും. മൂന്ന്, അവർ ഇൻവോൾവ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ റൂളർ ചിലപ്പോൾ യുണീക്ക് ആയിരിക്കും. അതിനുവേണ്ടി അവർ പല സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യും. 4, അവർ പലതും ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, പോർച്ചുഗീസ് ആക്ച്വലി ഇൻട്രൊഡ്യൂസ് മെനി ക്രോപ്സ്. നമ്മൾ ഇന്ന് യൂഷ്വൽ ആയിട്ട് നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരുപാട് ക്രോപ്സ് ആക്ച്വലി കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പോർച്ചുഗീസുകാരാണ്. ഫോർ എക്സാമ്പിൾ, പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ, ഇതെല്ലാം പോർച്ചുഗീസുകാരാണ് കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി പോർച്ചുഗീസുകാരന്റെ വേറെല്ലാം കോൺട്രിബ്യൂഷനാണ് നമുക്കുള്ളത്. ഒന്നെന്ന് പറയുന്നത് വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിന്റിംഗ് മെഷീൻ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് പോർച്ചുഗീസുകാരുടെ ആക്ടിവിറ്റിയോട് കൂടെയാണ്. പിന്നെ നമുക്കൊരു ആർട്ട് ഫോമിന്റെ കാര്യം അറിയാം, ചവിട്ടു നാടകം. സോ ചവിട്ടു നാടകം എന്ന് പറയുന്നത് ഇൻഡോ പോർച്ചുഗീസ് ഒരു മിക്സ് ആണ്, ആർട്ടിസ്റ്റിക് മിക്സ് ആണ്, ആർട്ടിസ്റ്റിക് കമ്പൈലേഷൻ ആണ് ചവിട്ടു നാടകം എന്ന് പറയുന്നത്. സോ ചവിട്ടു നാടകത്തിൽ പോർച്ചുഗീസിന്റെ എലമെന്റ് ഉണ്ട്. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിന്റിംഗ് മെഷീൻസ് കേരളത്തിൽ വരാൻ കാരണം പോർച്ചുഗീസുകാരാണ്. ഓക്കെയാ. പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെന്റേഴ്സ് ഇൻ ഇന്ത്യ. വൈ? എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർക്ക് ഈ ബ്രിട്ടീഷുകാരെ പോലൊന്നും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആകാതിരിക്കാൻ കഴിഞ്ഞത്? ഒന്ന്, they did not have enough economic and military resources to compete with other European powers. ഞാൻ ആൾറെഡി പറഞ്ഞു, യൂറോപ്യൻ പവേഴ്സുകൾ തമ്മിലൊരു മത്സരം ഉണ്ടായിരുന്നു. സോ ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള നേവൽ ഫോഴ്സിന്, ഏറ്റവും നല്ലവണ്ണം റിസോഴ്സസ്, ഫിനാൻസ് ഉള്ളവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റിയിരുന്നുള്ളൂ. പോർച്ചുഗീസ് അത്രയും വലിയൊരു പവർ ഒന്നും അല്ലായിരുന്നു. they faced resistance from native forces. സോ നമ്മുടെ നേറ്റീവ് ഫോഴ്സസ് ഉള്ളൂ, നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള, നമ്മുടെ കേരളം, ഇന്ത്യയുടെ പല ഭാഗത്തുള്ള ഫോഴ്സസ്. സോ അവരിൽ നിന്നും റെസിസ്റ്റൻസ് ഉണ്ടായി. ആ റെസിസ്റ്റൻസ് ഒന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ അടുത്ത മോഹൻലാലിന്റെ പടം ഇറങ്ങാൻ പോകുന്ന മരക്കാർ. സോ ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് നമ്മളുടെ കോഴിക്കോട് സമോറിന്റെ നേവൽ ഫോഴ്സിന്റെ ഹെഡ് ആയിരുന്നു, കപ്പിത്താനായിരുന്നു ഈ കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. സോ മലബാർ റീജിയണില് പോർച്ചുഗീസിനെതിരായി നല്ലൊരു റെസിസ്റ്റൻസ് കുഞ്ഞാലി മരക്കാർ കാഴ്ചവെച്ചു. ഓക്കെയാ. ഓക്കെ. സോ ഇതാണ് പോർച്ചുഗീസുകാരുടെ ഇൻവോൾവ്മെന്റ് ഇന്ത്യയില്, കേരളത്തില്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരുപാട് കാര്യങ്ങളുണ്ട്, ബട്ട് ഫോർ as of now for you this is sufficient. സോ സെക്കൻഡ് കൺട്രിയാണ് ഡച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോർച്ചുഗീസ്, സെക്കൻഡ് ഡച്ച് എന്ന് പറയുന്നത്. സോ ഡച്ച് വേർ അനദർ യൂറോപ്യൻ പവർ ഹു റീച്ച്ഡ് ഇന്ത്യ ഫോളോയിങ് ദ പോർച്ചുഗീസ്. സോ കൊച്ചിയും കൊല്ലവുമായിരുന്നു ഡച്ചുകാരുടെ മെയിൻ ട്രേഡ് സെന്റേഴ്സ്. സോ ദ ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ഡച്ച് എന്ന് പറയുന്നത് കൊച്ചിയും കൊല്ലവുമായിരുന്നു. ഇനി ഈ പറയുന്നത് ഓർത്ത് വെച്ചോണം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും, ഹോർത്തൂസ് മലബാറിക്കസ്. സോ വാൻ റീഡ് എന്ന് പറയുന്ന ഡച്ച് ഗവർണർ, ആരാ? വാൻ റീഡ് എന്ന് പറയുന്ന ഡച്ച് ഗവർണർ who initiated the compilation of Hortus Malabaricus. So Hortus Malabaricus എന്ന് പറയുന്ന ബുക്ക്, ആ ബുക്ക് എന്താണ്? കേരളത്തിലുള്ള മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു ഓവറോൾ ലിസ്റ്റ്, ഒരു ഓവറോൾ ഡീറ്റെയിൽസ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ബുക്കാണ്. കേരളത്തിൽ അന്ന് കണ്ടിരുന്ന പ്ലാന്റ്സുകളുടെ ഒരു കംപ്ലീറ്റ് ഇന്റഗ്രേറ്റഡ് ബുക്ക് ആയിരുന്നു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത്. അതിന്റെ കമ്പൈലേഷന് പങ്കുവഹിച്ചത് ഡച്ചുകാരാണ്, ഡച്ച് ഗവർണറാണ് വാൻ റീഡ്. ഈ ഒരു പ്രോസസ്സിൽ ഈ ഡച്ചുകാരെ അസിസ്റ്റ് ചെയ്ത കേരള ആളാണ് ഇട്ടി അച്യുതൻ വൈദ്യർ എന്ന് പറയുന്ന ആൾ. ഇട്ടി അച്യുതൻ വൈദ്യർ. ഇനി ഡച്ചുകാർക്ക് എന്തുകൊണ്ടാണ് ഡച്ചുകാർ പെട്ടെന്ന് കേരളത്തിൽ നിന്ന് ഡിസപ്പിയർ ആവാൻ കാരണം എന്ന് വെച്ചാൽ, ഡച്ചുകാര് നമ്മളുടെ ട്രാവൻകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഒരു യുദ്ധം ഉണ്ടായിരുന്നു, ബാറ്റിൽ ഓഫ് കൊളച്ചൽ ഇൻ 1741. സോ 1741 ബാറ്റിൽ ഓഫ് കൊളച്ചലിൽ ആരാ വിൻ ചെയ്തത്? മാർത്താണ്ഡവർമ്മയാണ് വിജയിച്ചത്. സോ ദേ ലോസ്റ്റ് ദെയർ ഗ്രൗണ്ട് ഇൻ ഇന്ത്യ ആഫ്റ്റർ ദിസ് വാർ. ഓക്കെയാ. അതിനുശേഷം ഡച്ചുകാര് സ്ലോലി ഡിസപ്പിയർ ആവാൻ തുടങ്ങി ഇന്ത്യയിൽ നിന്നും. ഇനി നമ്മൾ പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്ന് വിളിച്ചില്ലേ, സിമിലർലി ഡച്ചുകാരെ നമ്മൾ വിളിച്ചിരുന്നത് ലാൻഡാൻസ് എന്നാണ്. ഓക്കെയാ, മനസ്സിലായ നിങ്ങൾക്ക്? സോ ഡച്ചുകാര് പോർച്ചുഗീസുകാരന് ശേഷം വന്നതാണ്. കൊല്ലവും കൊച്ചിയുമാണ് മെയിൻ ആയിട്ടുള്ള പ്ലേസ്.
ഒരു ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ അവരുടെ പറയണമെങ്കിൽ കേരളത്തിലെ അന്നുണ്ടായിരുന്ന മെഡിസിനൽ പ്ലാന്റ്സിന്റെ ഒരു എക്സോട്ടിക് ലിസ്റ്റ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ബുക്കിലൂടെ ആക്ച്വലി അവർ സാധിച്ചു. ഓക്കെ, ബാറ്റിൽ ഓഫ് കൊളച്ചലില് മാർത്താണ്ഡവർമ്മയോട് പരാജയപ്പെട്ടപ്പോൾ they lost the ground. So next to come the English. So ബ്രിട്ടീഷുകാർ. So ഈ ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിന് മുമ്പ് അവരുടെ ബ്രിട്ടനിൽ നടന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത്. 1600 അവരൊരു കമ്പനി ഫോം ചെയ്തു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. സോ ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിലെ അവിടുത്തെ ക്യൂനിന്റെ പ്രൊക്ലമേഷൻ വഴി, ക്യൂനിന്റെ റൂൾ വഴി ഒരു കമ്പനി ഫോം ചെയ്തു, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മെയിൻ ഉദ്ദേശം എന്തുവാ? to continue trade with the countries like India and China. So ഇന്ത്യയും ചൈനയും ഈസ്റ്റ് ഇന്ത്യൻ റീജിയനിലുള്ള കൺട്രീസുമായിട്ട് ട്രേഡ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ. സോ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ ആസ്ഥാനം, അവരുടെ മെയിൻ സെന്റർ എവിടെയായിരുന്നു? സൂറത്തിലായിരുന്നു, ഗുജറാത്തില്. സോ സൂറത്ത് ഇൻ ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെന്റർ ഓഫ് കമ്പനി ഇൻ ഇന്ത്യ. ഓക്കെ, along with that they established trading centers in Bombay, Calcutta and Madras also. സോ പോർച്ചുഗീസുകാർ വന്നു, ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, ഫോർത്ത് വന്നതാണ് ഫ്രഞ്ചുകാർ. സോ ബ്രിട്ടീഷും ഫ്രഞ്ചുമാണ് കിടന്ന് അടി ഉണ്ടാക്കിയത് ഒരുപാട്. പോർച്ചുഗീസുകാർ എളുപ്പം ഡിസപ്പിയർ ആയി, അവർ ആ ഗോവ, ദമാൻ ആൻഡ് ദിയു റീജിയണിൽ മാത്രമേ റിമെയിൻ ആയുള്ളൂ. ഡച്ചുകാർ കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ആയി ഇന്ത്യയിൽ നിന്ന്. ബ്രിട്ടീഷുകാര് നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ആയി, അറൌണ്ട് 200 ഇയേഴ്സോളം നമ്മുടെ കൺട്രിയെ നല്ല രീതിയിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഭരിച്ചു. അത് കഴിഞ്ഞ് വരുന്ന ഫ്രഞ്ചാണ്. ഫ്രഞ്ചും ബ്രിട്ടീഷുമായിട്ട് കോമ്പറ്റീഷൻ ആയിട്ട് ഫ്രഞ്ചിന് അത്ര പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഫ്രഞ്ചുകാർ നമ്മളുടെ പോണ്ടിച്ചേരി ഏരിയ, പുതുച്ചേരി ഏരിയ, പോണ്ടിച്ചേരി ഉണ്ടല്ലോ, പോണ്ടിച്ചേരി ഇപ്പൊ പറയുന്നത് പുതുച്ചേരി എന്നാണ്. സോ പുതുച്ചേരി ഏരിയയിൽ മാത്രം അവര് ലൊക്കേറ്റഡ് ആയിപ്പോയി. ഓക്കെ, നോക്കാം നമുക്ക്. സോ ഫ്രഞ്ച് കാര്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി പോലെ ദേ ആൾസോ എസ്റ്റാബ്ലിഷ് ഓൺ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. പക്ഷെ അത് 1664. സോ ട്രേഡിന് വേണ്ടിയാണ് ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ വരുന്നത്. പോണ്ടിച്ചേരി ഓർ പുതുച്ചേരി, മാഹി, കരക്കൽ ഇതൊക്കെയായിരുന്നു ഫ്രഞ്ചുകാരുടെ ചീഫ് ട്രേഡ് സെന്റേഴ്സ്. സോ വാട്ട് ആർ ദ ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ഫ്രഞ്ച് പവർ? പോണ്ടിച്ചേരി, മാഹി, കരക്കൽ. ഓക്കെ, നൗ കോമ്പറ്റീഷൻ ഫോർ ദ മോണോപ്പൊളി ഓഫ് ട്രേഡ് ഞാൻ ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞു. സോ ഇവർക്ക് എല്ലാവർക്കും ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും ഓരോ കൺട്രീസും ദേ വെയർ ഫൈറ്റിംഗ് വിത്ത് ദ അതർ യൂറോപ്യൻ പവർ to get ultimate control over trade in a particular region. That is what is monopoly. Monopoly, for example, ഇന്ത്യയിലെ റെയിൽവേ മെയിൻ ആയിട്ട് നടന്നേരാ ഇന്ത്യൻ റെയിൽവേസ് ആണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് മോണോപ്പൊളി. ആ കൺട്രിയുടെ മാത്രം പവർ, ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷന്റെ മാത്രം പവർ നിലനിർത്തുന്നതാണ് മോണോപ്പൊളി എന്ന് പറയുന്നത്. സോ മോണോപ്പൊളി ഓഫ് ട്രേഡ് എന്ന് പറയുന്നത് സിംഗിൾ ഹാൻഡഡ് ആയിരിക്കണം. അതിനു വേണ്ടിയാണ് അവരെല്ലാം കോമ്പറ്റീഷൻ ചെയ്തത്. They need to get superiority over other countries. So നോക്കാം നമുക്ക് പോയിന്റ്സിനകത്തോട്ട്. The European countries competed for monopolizing trade with India. പോർച്ചുഗീസുകാര്, ഡച്ചുകാര് were defeated at the very beginning of this competition. ഫ്രഞ്ചും ഇംഗ്ലീഷ് became locked in intense rivalry and conflict between these forces lasted long. ഞാൻ ആൾറെഡി പറഞ്ഞു, ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിലാണ് കുറച്ച് നാളായിട്ടിരുന്നത്. സോ ഇന്ത്യയില് അങ്ങനെ കുറച്ച് വാർസ് നടന്നിട്ടുണ്ട്. അതിനെയാണ് കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത്. സോ കർണാട്ടിക് വാർസ് ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിൽ സൗത്ത് ഇന്ത്യൻ റീജിയണിൽ എയ്തർ അവര് ഡയറക്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ലോക്കൽ റൂളേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് അവരുടെ പവറിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എയ്തർ പ്രോക്സി വാറായിട്ട് ഫൈറ്റ് ചെയ്തതാണ് കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കർണാട്ടിക് വാർസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ഇംഗ്ലീഷ് ഇൻ സൗത്ത് ഇന്ത്യ. സോ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് സംടൈംസ് there is direct armed struggle, sometimes there is proxy war. സോ പ്രോക്സി വാർ എന്ന് പറയുന്നത് ഒരിക്കലും ഇംഗ്ലീഷും ഫ്രഞ്ചും ആയിരിക്കില്ല നേരിട്ട് പോരാടുന്നത്. അതേ സമയത്ത് എന്തോ ചെയ്യും? സോ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ അന്നുണ്ടായിരുന്ന ഹൈദരാബാദ്, സോ ഹൈദരാബാദിലെ കിങ്ഡം, അവരുടെ ഡിഫറെന്റ് ഹെയറുകൾ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവും. ഇതിൽ ചെന്ന് ഈ ഫ്രഞ്ചുകാർ ഇൻവോൾവ് ആവും. ഒരു ഗ്രൂപ്പിനെ ഇംഗ്ലീഷുകാർ സപ്പോർട്ട് ചെയ്യും, ഇവർ തമ്മിൽ ഫൈറ്റ് ആവും. സോ ആക്ച്വലി ഇതെന്ന് പറയുന്നത് പ്രോക്സി വാർ ആണ്. ഓക്കെ, സോ കർണാട്ടിക് വാർസിനെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ ഇത്രയും മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ. കർണാട്ടിക് വാർസ് എന്ന് പറയുന്നത് സീരീസ് ഓഫ് വാർസ് ആണ്. കാര്യം ഒരു വാർ അല്ല കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. കർണാട്ടിക് വാർ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. സോ സീരീസ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച് വെയർ ഇൻ സൗത്ത് ഇന്ത്യ, കർണാട്ടിക് റീജിയനിലാണ്. ഓക്കെ, നൗ ദ കമ്പനി ഗെയിൻസ് പവർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഗെയിൻസ് പവർ. സോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാണ് പവർ കിട്ടുന്നത്.
After gaining the monopoly of trade, the East India Company focused on acquisition of power in India. The company ruled in India, had its inception in Bengal. So ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഇവിടെ എസ്റ്റാബ്ലിഷ് ആകാൻ പോവുകയാണ്. സോ ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ആകുന്നത് ഓർ when did this East India Company became a ruling power from a trading power? So trading power ൽ നിന്നും എപ്പോഴാണ് അവർ ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റർ ആയി റൂളിംഗ് പവർ ആയി മാറിയെന്ന് വെച്ചാൽ അവർ ബംഗാളിലെ അവരുടെ ആക്ടിവിറ്റി കാരണമാണ്. ബംഗാളിൽ മെയിനായിട്ട് 2 വാറുകൾ നടന്നു ആ സമയത്ത്. ഒരെണ്ണം എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാസി, സെക്കൻഡ് വൺ ഈസ് ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് പ്ലാസി നടക്കുന്നത് 1757 ബാറ്റിൽ ഓഫ് ബക്സർ നടക്കുന്നത് 1764 ഇനി ഈ 2 ഫൈറ്റുകളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഈ ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാരെ വിജയിച്ചതെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബൈ ആക്ച്വലി ചീറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു സീക്രട്ട് അലയൻസ് ഉണ്ടാക്കി ബംഗാളിലെ നവാബിന്റെ മിലിറ്ററി ലീഡറുമായിട്ട്, മിലിറ്ററി ഹെഡുമായിട്ട്, മിലിറ്ററി കമാൻഡറുമായിട്ട് ബ്രിട്ടീഷുകാർ ഒരു സീക്രട്ട് പാക്ട് ഉണ്ടാക്കി. ആരായിരുന്നു? മിർജാഫർ ആയിരുന്നു അന്നത്തെ കമാൻഡർ എന്ന് പറയുന്നത്, മിർജാഫർ. സോ ആ മിർജാഫർ ചതിച്ചത് കാരണമാണ് ബംഗാളില് നമ്മുടെ സിറാജുദ്ദൗള ആക്ച്വലി ഫെയിൽ ആവുന്നത്. സോ 1757 ബാറ്റിൽ ഓഫ് പ്ലാസി, British got victory over Bengal Nawab Sirajuddaulah through a secret alliance with the commander-in-chief of Sirajuddaulah, that is Mir Jafar. So Mir Jafar secret threat കാരണം മിർ ജാഫർ ചതിക്കുന്നു സിറാജുദ്ദൗളയെ. സിറാജുദ്ദൗള ബാറ്റിൽ ഓഫ് പ്ലാസിയിൽ മരിക്കുന്നു, കൊല്ലപ്പെടുന്നു. സോ അതിനുശേഷം ബ്രിട്ടീഷുകാർ മിർ ജാഫറിനെ ആക്കി നമ്മളുടെ ബംഗാളിലെ പവർ. പക്ഷെ ബ്രിട്ടീഷുകാരും എടുക്കന, ബ്രിട്ടീഷുകാർ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. മിർ ജാഫറിന് ശേഷം മിർ ജാഫറിന്റെ കയ്യിൽ നിന്ന് പവർ എടുത്ത് മിർ ഖാസിമിന് കൊടുത്തു. മിർ ഖാസിമും പ്രശ്നം ഉണ്ടാക്കി. സോ അതിന്റെ ഫലമായിട്ടാണ് ബാറ്റിൽ ഓഫ് ബക്സർ വരുന്നത്. ബാറ്റിൽ ഓഫ് ബക്സറിനകത്ത് ഈ മിർ ഖാസിമും അവധ് റൂളറായിരുന്ന ഷുജാഉദ് ദൗള, ശ്രദ്ധിച്ചോണം, ഇത് ബംഗാൾ നവാബ് സിറാജുദ്ദൗളയാണ്, അവധ് റൂളറായിരുന്നു ഷുജാഉദ് ദൗള. സോ അവധ് മെമ്പറായ ഷുജാഉദ്ദൗളയും മിർ ഖാസിമും, നമുക്കൊരു മുഗൾ ഉണ്ടായിരുന്നല്ലോ, ക്ഷയിച്ചു പോയ മുഗള്. സോ മുഗളിന്റെ പ്രതിനിധിയായിട്ടുള്ള ഷാ അലമും. ഓക്കെ, സോ 3 ഫോഴ്സസ് ആണ്. ബാറ്റിൽ ഓഫ് ബക്സറിന്റെ ഇമ്പോർട്ടന്റ് 3 ഫോഴ്സസ് ഒരു സൈഡും ബ്രിട്ടീഷ് മറ്റൊരു സൈഡുമായിരുന്നു. ആരൊക്കെയായിരുന്നു 3 ഫോഴ്സസ് എന്ന് പറയുന്നത്? ഒന്ന് ബംഗാളിലെ നവാബായിരുന്ന മിർ ഖാസിം, പിന്നെ ഷുജാഉദ്ദൗള നവാബ് ഓഫ് അവധ്, ഷാ ആലം മുഗൾ എംപറർ റെപ്രസെന്റേറ്റീവ്. മുഗൾ എംപറർ ആയിരുന്നു ആ സമയത്ത്, പവർ ഒന്നും ഇല്ലെങ്കിലും. ഓക്കെയാ, ഇവരും ബ്രിട്ടീഷുകാരുമായിട്ട് നേരിട്ട് മുട്ടി 1764 ബാറ്റിൽ ഓഫ് ബക്സർ. ബാറ്റിൽ ഓഫ് ബക്സറിൽ ബ്രിട്ടീഷുകാർ ആക്ച്വലി ഷോൺ ദെയർ മിലിറ്ററി പവർ. അവരുടെ മിലിറ്ററി പവറോട് കൂടി തന്നെയാണ് അവർ ആക്ച്വലി ആ പർട്ടിക്കുലർ വാർ വിജയിച്ചത്. ബാറ്റിൽ ഓഫ് ബക്സറിന് ശേഷം ബ്രിട്ടീഷുകാർ എന്തോ ചെയ്തെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാര് ഡയറക്റ്റ് ആയിട്ട് ഒരു അഡ്മിനിസ്ട്രേഷൻ കയ്യിലെടുക്കാൻ തുടങ്ങി. ഓർ റവന്യൂ പവർ, അതായത് ബംഗാൾ റീജിയനിലുള്ള റവന്യൂ കളക്ഷൻ പവർ നൗ ഓൺവേർഡ്സ് ഈസ് ഗോയിങ് ടു ബി വിത്ത് ബ്രിട്ടീഷ്. ഓക്കെ, സോ നമ്മുടെ ടാക്സ് കളക്ഷൻ, റവന്യൂ പവർ എന്ന് വെച്ചാൽ എന്തോ, നമ്മുടെ റവന്യൂ ടാക്സ് കളക്ഷൻ ഉണ്ടല്ലോ, അത് ഇനി തൊട്ട് ദിവാനി പവർ ഇനി തൊട്ട് ബ്രിട്ടീഷുകാരായ. ഓർ ബ്രിട്ടീഷുകാർ ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് പവർ സ്റ്റാർട്ടഡ് റൂളിംഗ് ഇൻ ഇന്ത്യ ഫ്രം ആഫ്റ്റർ ദിസ് ബാറ്റിൽ ഓഫ് ബക്സർ 1764. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ബ്രിട്ടീഷുകാർ അവിടെ അത് അടങ്ങി നിന്നോ? ഇല്ല, ബ്രിട്ടീഷുകാർ അത് സ്പ്രെഡ് ചെയ്തു ഡിഫറെന്റ് പാർട്സിലോട്ട്. നിങ്ങളുടെ ബുക്കിനകത്ത് ആക്ച്വലി വളരെ ഒരു മിനിയേച്ചർ ഫോമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരുപാടൊന്നും ഡീറ്റെയിൽ നമുക്ക് പറയാൻ പറ്റാത്തത്. സോ ബ്രിട്ടീഷുകാർ ബംഗാൾ അനക്സ് ചെയ്തതിന് ശേഷം, ബംഗാളിലെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്ത ശേഷമാണ് ബ്രിട്ടീഷുകാർ മറ്റുള്ള റീജിയൻ, മൈസൂർ റീജിയൻ, ഹൈദരാബാദ് റീജിയൻ, കേരള റീജിയൻ മീൻസ് അന്നത്തെ മലബാർ റീജിയൻ, ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വരാൻ തുടങ്ങി ത്രൂ ഡിഫറെന്റ് വാർസ്. ഓക്കെയാ, നമുക്ക് നോക്കാം. സോ ഇതിനു വേണ്ടി ബ്രിട്ടീഷുകാർ 2 സ്ട്രാറ്റജി ഫോളോ ചെയ്തിരുന്നു. ഒന്ന് മിലിറ്ററി സ്ട്രാറ്റജിയും, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയും. സോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ത്രൂ സം കൈൻഡ് ഓഫ് എ പോളിസി ആയിരുന്നു അവരെന്ന് പറയുന്നത്. 2 തരം പോളിസി ഉണ്ടായിരുന്നു. നമുക്ക് അതിനകത്തോട്ട് വരാം, നോക്കാം നമുക്ക് പോയിന്റ്സ്. സോ മൈസൂർ വാസ് അനദർ റീജിയൻ ദാറ്റ് വാസ് സബ്ജുഗേറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. മൈസൂർ, ടിപ്പു സുൽത്താനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട് കാണും. Mysore was a powerful kingdom in South India. Yes, it became the dominant power in the region during the reign of Hyder Ali.
and Tipu Sultan. Hyder Ali യുടെ മകനായ ടിപ്പു സുൽത്താൻ. So Hyder Ali ആയിരുന്നു ആക്ച്വലി ഇവിടുത്തെ നവാബ് ഓഫ് മൈസൂർ റീജിയൻ എന്ന് പറയുന്നത്. Their domination extends even to the areas like Malabar. Malabar region actually മൈസൂറിന്റെ കയ്യിലായിരുന്നു for a brief period of time. അതിന്റെ പേരിലാണ് അവർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പിന്നീട്. This interrupted the trade of the British in Malabar region. So ബ്രിട്ടീഷുകാരുടെ ഫ്രീ ട്രേഡ് ആക്ടിവിറ്റീസിന് ആക്ച്വലി മൈസൂർ കിങ്ഡത്തിന്റെ പാർട്ടായിട്ടുള്ള മലബാർ കൂർഗ് റീജിയൻ ആക്ച്വലി ഒരു പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, സോ ദ ടിപ്പു സുൽത്താൻ, അതുകൂടാതെ മൈസൂറിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. മൈസൂറിന്റെ ടിപ്പു സുൽത്താൻ റൂളർ ആയിരുന്നപ്പോൾ പുള്ളിക്കാരൻ ഫ്രഞ്ച് പാർട്ടിയുമായിട്ട് നല്ല തിക്ക് റിലേഷൻ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് പാർട്ടിയുടെ നല്ല തിക്ക് റിലേഷൻ എന്ന് പറയുന്നത് ഫ്രഞ്ച് പാർട്ടിയുടെ ഹെൽപ്പോട് കൂടി ഒരു ഫോർട്ട് സെറ്റപ്പ് വരെ പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്തു ഇൻ മൈസൂർ റീജിയൻ. ഓക്കെ, സോ ബ്രിട്ടീഷ് വെയർ ആക്ച്വലി വറീഡ് അബൌട്ട് ദാറ്റ്. രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരെ ടിപ്പു സുൽത്താനായിട്ട് ഫൈറ്റ് ചെയ്യാൻ. ഒന്ന്, മലബാർ വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ആക്ച്വലി ടിപ്പു സുൽത്താൻ. So this was actually some kind of a disturbance to the free trade of British. Second one, Tipu Sultan was becoming very close with the French. So British worried. കാര്യം ടിപ്പു സുൽത്താൻ ഫ്രഞ്ചുകാരുടെ സപ്പോർട്ട് കൂടി നമ്മളെ അറ്റാക്ക് ചെയ്താലോ. So British worried ആയിരുന്നു. This made them to conquer Mysore. So ടിപ്പു സുൽത്താൻ ഫൈറ്റ് ചെയ്തൊക്കെ നോക്കി, പക്ഷെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറോട് കൂടി പുള്ളിക്കാരന്റെ കഥ കഴിഞ്ഞു. ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറോട് കൂടി ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം മലബാറും കൂർഗ് റീജിയൻ എല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്നു. നമുക്ക് ഇന്നുള്ള കേരള മൊത്തം അവരുടെ കയ്യിൽ വരുന്നത് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷമാണ് 1795. സോ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം എന്ന് പറയുന്നത് തേർഡ് ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം ഉണ്ടാക്കുന്ന പീസ് ട്രീറ്റി ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ദ ടിപ്പു സുൽത്താൻ ആണ്. ദ ബ്രിട്ടീഷ് ഹാഡ് ടു ഫൈറ്റ് 4 wars ബിഫോർ എസ്റ്റാബ്ലിഷിംഗ് സുസർണിറ്റി ഇൻ മൈസൂർ. The British annexed Malabar as per the Srirangapatnam Treaty signed between Tipu and the British after the third Anglo-Mysore War. മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ വാറിന് ശേഷമാണ് ആക്ച്വലി ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമായിട്ട് ശ്രീരംഗപട്ടണം എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ട്രെറ്റി ഉണ്ടാക്കി. അത് ഫലമായിട്ട് അത് സെറ്റിലായി. പക്ഷെ ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ ഉണ്ടായി. അതിന്റെ ഫലമായിട്ട് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആർ യു ഗെറ്റിംഗ് ഇറ്റ്? സോ മൈസൂർ, ബംഗാളിന് ശേഷം നേരെ വരുന്നത് മൈസൂറിലോട്ടാണ്. ഹൈദർ അലി, ടിപ്പു സുൽത്താനും ഫ്രഞ്ചുമായിട്ടുള്ള റിലേഷൻ, ബ്രിട്ടീഷുകാർക്ക് പ്രശ്നം ഉണ്ടായി, ബ്രിട്ടീഷുകാരുമായിട്ട് ഫൈറ്റ് ഉണ്ടായി. തേർഡ് ആംഗ്ലോ മൈസൂർ വാറും ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാറും. തേർഡില് ഒരു ട്രെറ്റി ഉണ്ടാക്കി അവർ സെറ്റിൽ ചെയ്ത് തൽക്കാലത്തേക്ക്. ഫോർത്തില് മരിക്കുന്നു, ദ എൻഡ് ഓഫ് വാർ. ആൻഡ് ദോസ് റീജിയൻസ്, മലബാർ റീജിയൻ, കൂർഗ് റീജിയൻ, മൈസൂർ എല്ലാം ഡയറക്ട്ലി അണ്ടർ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ആയി മാറി. ഓക്കെ, നൗ മൈസൂർ കിങ്ഡത്തിന്റെ റീജിയൻ കഴിഞ്ഞാൽ പിന്നെ മറാത്ത എന്ന് വെച്ചാൽ ഇന്നത്തെ മഹാരാഷ്ട്ര റീജിയൻ. സോ നെക്സ്റ്റ് ഈസ് മറാത്താസ്. സോ മറാത്താസിന് ശേഷം സിന്ധ് റീജിയൻ, പഞ്ചാബ് റീജിയൻ, അവധ് റീജിയൻ. അവധ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ UP ഉത്തർപ്രദേശ് ഉണ്ടല്ലോ. പഞ്ചാബ്, സിന്ധ് റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയുടെ പാർട്ട്. സോ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ പാർട്ട്, വെസ്റ്റ് പാർട്ട്, സൗത്ത് പാർട്ട്, ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കയ്യിൽ വന്ന് നിങ്ങൾ കണ്ടു കാണും. ഓക്കെയാണ്. So ബ്രിട്ടീഷുകാർ conquered the powerful princely states using military forces. അതുകൂടാതെ they used sometimes legislations also. രണ്ട് തരത്തിലുള്ള പോളിസി ലെജിസ്ലേഷൻ ആണ് അവർ ഉപയോഗിച്ചത്. ഒന്നെന്ന് പറയുന്നത് സബ്സിഡിയറി അലയൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗവർണർ എന്ന് പറയുന്നത് ലോർഡ് വെല്ലസ്ലി ആണ്. അതിനുശേഷം രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ആണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് ഡൽഹൌസി എന്ന് പറയുന്ന ഗവർണർ ജനറലാണ്. ഓക്കെ, സോ ഗവർണർ ജനറൽ ലോർഡ് വെൽഹൌസി ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്സിഡിയറി അലയൻസ്, വെല്ലസ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്സിഡിയറി അലയൻസ്, ഡൽഹൌസി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അലയൻസ് വിത്ത് എ പ്രിൻസിലി സ്റ്റേറ്റ്. സോ പ്രിൻസിലി സ്റ്റേറ്റ്സ് നീഡ്സ് ടു അക്സെപ്റ്റ് ദ പാരമൗൺസി ഓഫ് ബ്രിട്ടീഷ്. Princely states will be getting protection from the British from any attack from any other local or outside powers. ഇതായിരുന്നു അതിന്റെ കണ്ടീഷൻസ്. ബട്ട് സബ്സിഡിയറി അലയൻസ് ഒക്കെ ഒരു ചീറ്റിംഗ് ആയിരുന്നു. ദെൻ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് അനുസരിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രിൻസിലി സ്റ്റേറ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവിന് ഒരു മെയിൽ ഹെയർ, അതായത് ഒരു പിന്തുടർച്ച അവകാശി, ഒരു മെയിൽ ഇല്ലെങ്കിൽ ആ റീജിയനെ അനക്സ് ചെയ്യും ബ്രിട്ടീഷുകാർ. അതായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് പോളിസി ഉപയോഗിച്ച് അവർ ഒരുപാട് റീജിയൻ പിടിച്ചെടുത്തു. ഫോർ എക്സാമ്പിൾ സബ്സിഡിയറി അലയൻസിലൂടെ പ്രിൻസിലി സ്റ്റേറ്റ്സ് ലൈക്ക് ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ സബ്സിഡിയറി അലയൻസിൽ. സോ നമ്മളുടെ ട്രാവൻകൂർ കിങ്ഡവും സബ്സിഡിയറി അലയൻസിൽ കയറിയായിരുന്നു ഇവരുമായിട്ട്.
Then doctrine of lapse-ലൂടെ ബ്രിട്ടീഷ് annexed many region. സംഭാൽപൂർ, സതാര, ഉദയ്പൂർ, ജാൻസി, നാഗ്പൂർ ഇതെല്ലാം doctrine of lapse-ലൂടെ പിടിച്ചെടുത്തതാണ്. നമുക്ക് നോക്കാം. The rulers who signed the subsidiary alliance were assured protection by the company against the invasion and internal revolt. However, the actual administrative power of the states were with the representatives of the company. കമ്പനിയുടെ ഒരു റെസിഡന്റ് കാണും ആ പർട്ടിക്കുലർ സ്റ്റേറ്റിൽ. ബ്രിട്ടീഷ് നമ്മുടെ ട്രാവൻകൂർ കിങ്ഡത്തിലായിരുന്നു റെസിഡന്റ്, നിങ്ങൾക്ക് ഓർമ്മ കാണും. ഓക്കെ, സോ കമ്പനിയുടെ ഒരു റെസിഡന്റ് കാണും, പുള്ളിക്കാരനായിരിക്കും അൾട്ടിമേറ്റ്ലി ഡിസിഷൻ എല്ലാം അപ്രൂവ് ചെയ്ത് വിടുന്നത്. സബ്സിഡറി അലയൻസ് എന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ എക്സ്റ്റെൻഡ് ആണെന്ന് തോന്നും, പക്ഷെ ഇതാണ് പരിപാടി. ലോർഡ് ഡൽഹൌസി ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആസ് പെർ ദാറ്റ് പോളിസി, when the ruler of a princely state died without a male heir, British could annex the state with the British India. Okay, so British adopted different strategies for this. അതിനെ കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. So almost all India came under the British rule by 1857. 1857 നമുക്ക് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓർ സിബോയ് മ്യൂട്ടിനി എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് 1857 സോ 1857 എന്തുകൊണ്ട് വന്നാൽ ഇവർ നിർത്തിയെന്ന കാര്യം, സോ ആ സമയം കൊണ്ട് ഇന്ത്യ came under the British rule. ഓൾമോസ്റ്റ് ഓൾ പാർട്ട് ഓഫ് ഇന്ത്യ either directly or indirectly ബ്രിട്ടീഷുകാരുടെ അണ്ടറിൽ വന്നു. അങ്ങനെ വന്ന് ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സും കാരണമെല്ലാം ഒരുപാട് പ്രിൻസിലി സ്റ്റേറ്റ് റിവോൾട്ട് ചെയ്തു എഗെയിൻസ്റ്റ് ബ്രിട്ടീഷ്. അതായിരുന്നു 1857 നടന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ മൈൽ സ്റ്റോൺ ടു പവർ, വാറും ഉണ്ടായിരുന്നു, ലെജിസ്ലേഷനും ഉണ്ടായിരുന്നു. ലെജിസ്ലേഷനിൽ അവർ സബ്സിഡറി അലയൻസ് ഉണ്ടായിരുന്നു. ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ ഒക്കെ അതിനകത്ത് വരും. ട്രാവൻകൂർ. ഡോക്ട്രിൻ ഓഫ് ലാപ്സിനകത്ത് ഝാൻസി, സതാര, നാഗ്പൂർ എക്സെട്ര. വാറിൽ ബാറ്റിൽ ഓഫ് പ്ലാസിയും ബക്സറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആംഗ്ലോ മൈസൂർ വാർ ഇമ്പോർട്ടന്റ് ആണ്. മറാത്ത വാർസ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. സോ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു, ഇനി തേർഡ് ചാപ്റ്റർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തുവാ, 1857 നിർത്തിയത്, റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതാണ് അടുത്ത ചാപ്റ്ററിൽ. ഓക്കെ, താങ്ക് യു.